ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് അഡ്മിനിസ്ട്രേറ്റർ ക്വാളിറ്റി എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 2016 ചോദ്യമാണ്. ദ ക്വാളിറ്റി ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് അവോയ്ഡ് ദ ക്വാളിറ്റി ദാറ്റ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് അവോയ്ഡ് ഇസ്. ഒരു അഡ്മിനിസ്ട്രേറ്റർ അവോയ്ഡ് ചെയ്യേണ്ട ക്വാളിറ്റി എന്താണ് എന്നാണ് ചോദ്യം. ദാറ്റ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് അവോയ്ഡ്. സോ ഓപ്ഷൻസ് നോക്കാം. സോ ഓപ്ഷൻസ് ആർ: എ, ക്രിട്ടിസൈസ് ബിഫോർ ദ സ്റ്റുഡൻസ്. കുട്ടികളുടെ മുന്നിൽ നിന്നുള്ള ക്രിറ്റിസിസം. അവോയ്ഡ് ചെയ്യേണ്ട ഷുഡ് അവോയ്ഡ് ക്വാളിറ്റി എന്തൊക്കെയാണെന്നാണ് ചോദ്യം, അത് മറക്കരുത്. സോ ഓപ്ഷൻ എ, ക്രിട്ടിസൈസ് ബിഫോർ ദ സ്റ്റുഡൻസ്. ഓപ്ഷൻ ബി, പ്രൊവൈഡിങ് മോട്ടിവേഷൻ. ഓപ്ഷൻ സി, ഫ്രീക്വന്റ് കമ്മ്യൂണിക്കേഷൻ, തുടർച്ചയായ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഓപ്ഷൻ ഡി, ഷെയറിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാം. സോ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇവിടെ പോൾ ചെയ്യാം. ഞാൻ പോൾ ഓപ്പൺ ചെയ്യാണ്. ഐ തിങ്ക് പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ റെസ്പോണ്ട് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ റെസ്പോണ്ട് ചെയ്തു. നമുക്ക് പോള് പബ്ലിഷ് ചെയ്യാം. യെസ്, 100% ഓപ്ഷൻ എ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ക്രിട്ടിസൈസ് ബിഫോർ ദ സ്റ്റുഡൻസ്. കുട്ടികളുടെ മുന്നിൽ നിന്നുള്ള ക്രിറ്റിസിസം ആണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി. ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു മോശം ക്വാളിറ്റി അല്ല, അതൊരു നല്ല ക്വാളിറ്റി ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ക്വാളിറ്റി എന്ന രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. പക്ഷെ അവോയ്ഡ് ചെയ്യേണ്ടത് കുട്ടികളുടെ മുന്നിൽ. സോ അതാണ് ഈ ഒരു ക്രിറ്റിസിസം കുട്ടികളുടെ മുന്നിൽ. കാരണം കുട്ടികൾ അത് വേറൊരു രീതിയിൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ക്രിട്ടിസൈസ് ബിഫോർ സ്റ്റുഡൻസ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ഗോട്ട് ഇറ്റ്? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: an administrator should raise the morale of his teachers by. ഒരു അഡ്മിനിസ്ട്രേറ്റർ അവരുടെ ടീച്ചേഴ്സിന്റെ മൊറയിൽ എങ്ങനെയാണ് ഉയർത്തേണ്ടത്? താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. താഴെ യെസ്, ഓപ്ഷൻ എ, ഓഫറിംഗ് ഫിനാൻഷ്യൽ പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഓഫർ ചെയ്തതുകൊണ്ട്. ഓപ്ഷൻ ബി, പ്രൊവൈഡിങ് അക്കാഡമിക് ഓട്ടോണമി, അക്കാഡമിക് ആയിട്ടുള്ള ഓട്ടോണമി കൊടുത്തുകൊണ്ട്. ഓപ്ഷൻ സി, മെയിൻറ്റെയിൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സ്കൂളിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കറക്റ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. ആൻഡ് ഓപ്ഷൻ ഡി, പീരിയോഡിക്കൽ ഇവാലുവേഷൻസ്, പീരിയോഡിക് ആയിട്ടുള്ള ഇവാലുവേഷൻസ് കൊണ്ട്. സോ ഏതാണ് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് പോൾ ചെയ്യാം. നമുക്ക് ഒന്നുകൂടെ പോൾ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഇവിടെ വരുന്നത്. നമുക്ക് എന്തായാലും പോൾ പബ്ലിഷ് ചെയ്യാം. യെസ്, ഓപ്ഷൻ ബി ആണ് 40% പേരും പോൾ ചെയ്തിട്ടുള്ളത്. അതായത് പ്രൊവൈഡിങ് അക്കാഡമിക് ഓട്ടോണമി. 20% പേര് ഓപ്ഷൻ എ, ഓഫറിംഗ് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. 20% പേര് ഓപ്ഷൻ സി, മെയിൻറ്റെയിൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 20% പറഞ്ഞിരിക്കുന്നത് പീരിയോഡിക് ഇവാലുവേഷൻ വേണമെന്നാണ്. സോ ഇതിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡിങ് അക്കാഡമിക് ഓട്ടോണമിയാണ്. അതായത് ടീച്ചേഴ്സിന് വേണ്ടുന്ന അവരുടെ സ്വാതന്ത്ര്യം, അക്കാഡമിക് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, അവരുടെ ഒരു മൊണോപ്പൊളി അതിൽ കൈകടത്താതിരിക്കുകയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ടീച്ചറുടെ മൊറയിൽ ഉയർത്താൻ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നതിലുപരി നല്ലതായിട്ട് പേ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓഫറിംഗ് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എന്ന്. സോ അത് എക്സാക്ട്ലി എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലാഭവിഹിതം ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് എസ്പെഷ്യലി നമുക്ക് അതിന്റെ ഇതിലോട്ട് കൂടുതൽ കടന്നാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിലും ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയിലും വരുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാവും അതിൽ. സോ അത് നമുക്കൊരു കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ ഈ റൈറ്റ് ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ ബി തന്നെയാണ്, പ്രൊവൈഡിങ് അക്കാഡമിക് ഓട്ടോണമി. പിന്നെ മറ്റു ഓപ്ഷൻസും ഒരു അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഒരു ടീച്ചറുടെ മൊറയിൽ ഉയർത്താൻ വേണ്ടി ചെയ്യേണ്ടത് പ്രധാനമായിട്ടും അവർക്ക് അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള ഓട്ടോണമി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സോ നമുക്ക് അടുത്ത ഓപ്ഷൻ ചോദ്യത്തിലേക്ക് പോവാം. The next question is the chief responsibility of headmaster. ഹെഡ്മാസ്റ്ററിന് വേണ്ടുന്ന ഒരു ചീഫ് റെസ്പോൺസിബിലിറ്റി എന്താണ്? താഴെ കൊടുക്കുന്നതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ എ, ഹാൻഡിൽ ഡിസിപ്ലിനറി പ്രോബ്ലംസ്, ഹാൻഡിൽ ചെയ്യുക. ഓപ്ഷൻ ബി, മെയിൻറ്റെയിൻ സ്കൂൾ റെക്കോർഡ്സ്, സ്കൂൾ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓപ്ഷൻ സി, പ്രൊവൈഡ്സ് ലീഡർഷിപ്പ് ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ്, സ്കൂൾ ആക്ടിവിറ്റീസിനൊക്കെ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക. ഓപ്ഷൻ ഡി, ഓർഗനൈസ് കൗൺസിലിംഗ് പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാം. സോ ഏതാണ് ഒരു ഹെഡ് മാസ്റ്റർ ചെയ്യേണ്ടത്? ഈ കൊടുത്ത 4 ഓപ്ഷൻസ്. സോ നമുക്ക് ഓപ്ഷൻസ് പോൾ ചെയ്യാം. പോളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഗിവ് യുവർ ആൻസർ. യെസ്, എല്ലാവരും
വളരെ പെട്ടെന്ന് തന്നെ പോൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സെക്ഷനിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടപ്പേന്ന് ഉത്തരം ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എന്ത് ചോദ്യം ചോദിച്ചാലും ടപ്പേന്ന് ഉത്തരം പറയും. അതുപോലെ സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ദാറ്റ് ഈസ് പ്രൊവൈഡ്സ് ലീഡർഷിപ്പ് ഇൻ സ്കൂൾ ആക്ടിവിറ്റി. യെസ്, ഓപ്ഷൻ സി. എല്ലാവരും ഓപ്ഷൻ സി തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഹെഡ് മാസ്റ്ററുടെ പ്രധാന ജോലി അല്ലെങ്കിൽ ചീഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്കൂൾ ആക്ടിവിറ്റീസിന് ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നത് തന്നെയാണ്. സോ ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അല്ലെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്: when a school teacher is giving counseling to a student, the teacher should. ഒരു സ്കൂൾ ടീച്ചർ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതുപോലത്തെ ഒരു ചോദ്യം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇൻഫോം സ്റ്റാഫ് മെമ്പേഴ്സ് റിഗാർഡിംഗ് കൗൺസിലിംഗ്. കൗൺസിലിംഗിനെ കുറിച്ച് സ്റ്റാഫ് മെമ്പേഴ്സിനോട് പറയാം. എസ്റ്റാബ്ലിഷ് റാപ്പോ വിത്ത് ദ സ്റ്റുഡൻസ്. കുട്ടികളുമായിട്ട് റാപ്പോ ക്രിയേറ്റ് ചെയ്യുക. ഓപ്ഷൻ സി: നെവർ റിവീൽ ടു ദ പാരന്റ്. Okay, this is very important. Never reveal to the parent what the students has told to the teacher. കുട്ടികൾ ടീച്ചേഴ്സിനോട് എന്ത് പറഞ്ഞു എന്ന് പാരന്റ്സിനോട് പറയരുത്. ഓപ്ഷൻ ഡി: ടേക്ക് ദ ഹോൾ റെസ്പോൺസിബിലിറ്റി ഫോർ സോൾവിങ് ദ പ്രോബ്ലം ഓഫ് ദ സ്റ്റുഡൻസ്. നമ്മൾ ഇതേ ചോദ്യം ഇതിനു മുമ്പ് കണ്ടതാണ്. ഞാൻ ഒന്നുകൂടി ഇത് ഇട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ഇത് വളരെ ഇമ്പോർട്ടന്റിംഗ് ആണ്, കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ചോദ്യം. സോ അത് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. സോ നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടി നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് പോൾ ചെയ്യാം. പോളിംഗ് സ്റ്റാർട്ട്സ് നൗ. യെസ്, എല്ലാവരും നല്ല ഓർമ്മയുണ്ട്. എല്ലാവർക്കും 100% പേരും ഓപ്ഷൻ ബി തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് റാപ്പോ വിത്ത് സ്റ്റുഡൻസ്. ഈ മറ്റു ഓപ്ഷൻസുകളൊന്നും തെറ്റാണ് എന്ന് പറഞ്ഞുകൂടാ. നമ്മുടെ കൗൺസിലിങ്ങിന്റെ ഇതനുസരിച്ചിട്ട് ഓരോ ഓപ്ഷൻസും ശരിയായി വരാം. പക്ഷെ എല്ലാത്തിനും ഉപരി നമ്മൾ കുട്ടികളായിട്ട് റാപ്പോ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഇതിനെ കുറിച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി, establish rapport with the students. Okay, so let's go to the next problem. 2019 ചോദിച്ച ഒരു ചോദ്യമാണ്. The chairman of a teacher selection board should be. ഒരു ടീച്ചർ സെലക്ഷൻ ബോർഡിലെ ചെയർമാൻ എന്താണ് ചെയ്യേണ്ടത്, ഓർ എങ്ങനെയാണ് സെലക്ഷൻ നടത്തേണ്ടത് എന്ന്. ഓപ്ഷൻ എ: able to evaluate the teaching competency of the candidates. കാൻഡിഡേറ്റ്സിന്റെ ടീച്ചിങ് കോമ്പിറ്റൻസി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഓപ്ഷൻ ബി: ഏബിൾ ടു ജഡ്ജ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്. കാൻഡിഡേറ്റിന്റെ പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യാൻ പറ്റണം. ഓപ്ഷൻ സി: ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ടു ദ കാൻഡിഡേറ്റ്. കാൻഡിഡേറ്റ്സോട് ഫെയറും ഇംപാർഷ്യലും ആയിരിക്കണം. ആൻഡ് ഓപ്ഷൻ ഡി: ഓൾ ദ എബോവ്. സോ ഏതാണ് ശരിയായ ഒരു ടീച്ചർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർമാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മീൻസ് പോൾ നോക്കാം. സോ യു ക്യാൻ പോൾ ദ റിസൾട്ട് നൗ. യെസ്, ഓഫ് കോഴ്സ് എല്ലാവരും പോൾ ചെയ്തിട്ടുണ്ട്. യെസ്, 100% പേരും പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി എന്നാണ്, ഓൾ ദ എബോവ്. ശരിയാണ്. ഒരു ടീച്ചർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യണം. ഒരാളുമായിട്ടും ഇംപാർഷ്യലും ഫെയറും ആവരുത്. കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം. അതേപോലെ ടീച്ചിങ് കോമ്പിറ്റൻസി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. സോ എല്ലാം ചെയ്യുന്നതായിരിക്കണം ഒരു ടീച്ചർ സെലക്ഷൻ ബോർഡിന്റെ ചെയർമാൻ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. Yes. If you are interested to assess the quality of performance of a school, the most valid criterion you would consider. നിങ്ങളോട് ഒരു സ്കൂളിന്റെ ക്വാളിറ്റി പെർഫോമൻസ് അസസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് വാലിഡ് ക്രൈറ്റീരിയ ആണ് കൺസിഡർ ചെയ്യുക എന്നാണ് ചോദ്യം. സോ ഇതിലും ഓപ്ഷൻസ് കണ്ടാലേ നമുക്ക് അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നാണ് ചോദ്യം. ഇഫ് യു. സോ ഓരോരുത്തർക്കും ഓരോ ഉത്തരം പറയാം. പക്ഷെ ഒരു റൈറ്റ് ആൻസർ ഇതിനുണ്ട്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സോ ഓപ്ഷൻ എ: ദ അഡിക്വസി ഓഫ് ദ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ. ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിന്റെ അഡിക്വസി എത്രത്തോളം ഉണ്ട് സ്കൂളിൽ. ഓപ്ഷൻ ബി: ദ ക്വാളിഫിക്കേഷൻ ഓഫ് ദ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ. ഓപ്ഷൻ സി: ദ അഡാപ്റ്റേഷൻ ഓഫ് കരിക്കുലർ റിക്വയർമെന്റ്സ്. കരിക്കുലർ റിക്വയർമെന്റ്സിന്റെ അഡാപ്റ്റേഷൻ എത്രത്തോളം സ്കൂളിൽ ഉണ്ട് എന്ന്. ഓപ്ഷൻ ഡി: ദ ക്ലാസ് റൂം എൻവയോൺമെന്റ് ഡ്യൂറിങ് ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴുള്ള ക്ലാസ് റൂം എൻവയോൺമെന്റ് എങ്ങനെയുണ്ട് എന്നാണ് ചോദ്യം. സോ ഇതിൽ ഏത് ക്രൈറ്റീരിയ വെച്ചാണ് നിങ്ങളൊരു സ്കൂളിന്റെ ക്വാളിറ്റി പെർഫോമൻസ് അസസ് ചെയ്യുക എന്നാണ് ചോദ്യം. സോ അതിവിടെ ഞാൻ പറഞ്ഞു ഇഫ് യു എന്നാണ് ചോദ്യം. സോ ഓരോരുത്തർക്കും ഓരോ ക്രൈറ്റീരിയ ഉണ്ടാവും. പക്ഷെ ഏതായിരിക്കണം ശരിയായ ക്രൈറ്റീരിയ ഈ 4 എന്നാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് പോൾ ചെയ്യാൻ തരാം. യെസ്, യു ക്യാൻ സ്റ്റാർട്ട് പോളിംഗ് ഡൗൺ. സോ
ഓൾമോസ്റ്റ് എല്ലാവരും പോൾ ചെയ്തിട്ടുണ്ട്. യെസ്, എല്ലാവരും പോൾ ചെയ്തു. നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കാം. ഓപ്ഷൻ സി 33% പേരാണ് പറഞ്ഞിരിക്കുന്നത്, അഡാപ്റ്റേഷൻ ഓഫ് ദ കരിക്കുലർ റിക്വയർമെന്റ്സ്. ഓപ്ഷൻ ഡി 33% പേര് പറഞ്ഞത്, ക്ലാസ് റൂം എൻവയോൺമെന്റ് ഡ്യൂറിംഗ് ദ ട്രാൻസാക്ഷൻ. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് 17% പേരാണ്, അതായത് അഡിക്വസി ഓഫ് ദ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ. ഓപ്ഷൻ ബി 17% പേര് പറഞ്ഞിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻ ഓഫ് ദ ടീച്ചർ. സോ ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളിന്റെ ക്വാളിറ്റി പെർഫോമൻസ് എന്ന് പറയുന്നത് ഇത് എല്ലാത്തിലും നമുക്ക് ഓരോ ക്വാളിറ്റി ആയിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. അഡിക്വസി ഓഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ, ഇൻഫ്രാസ്ട്രക്ചർ ക്വാളിറ്റി, ക്വാളിഫിക്കേഷൻ ഓഫ് ടീച്ചേഴ്സ് അതിന്റെ അക്കാഡമിക് ക്വാളിറ്റി എന്നുള്ള രീതിയിൽ വരും. അഡാപ്റ്റേഷൻ ഓഫ് കരിക്കുലർ റിക്വയർമെന്റ്സ് ആ ടീച്ചേഴ്സിന്റെ എഫിഷ്യൻസിയുടെ ക്വാളിറ്റി, അഡ്മിനിസ്ട്രേഷന്റെ ക്വാളിറ്റി ആയിട്ട് വരും. ക്ലാസ് റൂം എൻവയോൺമെന്റ് ഡ്യൂറിംഗ് ട്രാൻസാക്ഷനും ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയും കുട്ടികളുടെ ക്വാളിറ്റിയും ഒക്കെ കൂടി അസസ് ചെയ്യുന്ന ഒരു മെത്തേഡാണത്. സോ ക്ലാസ് റൂം എൻവയോൺമെന്റ് ഡ്യൂറിംഗ് ട്രാൻസാക്ഷൻ ആണ് ശരിയായ ഉത്തരം. അതിനൊരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് റൂം എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ആ ട്രാൻസാക്ഷൻ നടക്കുന്ന രീതി അല്ലെങ്കിൽ എങ്ങനെ അത് നടക്കുന്നു, ഇതിൽ ഈ 3 ഓപ്ഷൻസിനും വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് അഡിക്വസി ഓഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ, ആവശ്യത്തിന് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഇല്ലാതെ ചിലപ്പോൾ ക്ലാസ് റൂം ട്രാൻസാക്ഷൻ നടന്നില്ല എന്ന് വരും. സോ നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് പഠിപ്പിക്കുമ്പോൾ അതിനാവശ്യമായ ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽ ഇല്ല, ചോക്കും ബോർഡും മാത്രമേ ഉള്ളൂ എങ്കിൽ ഓഫ് കോഴ്സ് ദ ട്രാൻസാക്ഷൻ ഇഫക്റ്റീവ് ആവില്ല. സോ ക്ലാസ് റൂം ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്കൂളിന്റെ ഒരു ഓവറോൾ കണ്ടീഷൻ നമുക്ക് മനസ്സിലാവും. സോ ഒരു സ്കൂളിന്റെ പെർഫോമൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ക്ലാസ് റൂം എൻവയോൺമെന്റും ട്രാൻസാക്ഷന്റെ സമയത്തുള്ള ക്ലാസ് റൂം എൻവയോൺമെന്റ് മാത്രം നോക്കിയാൽ മതി. സോ ഹിയർ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി, ദ ക്ലാസ് റൂം എൻവയോൺമെന്റ് ഡ്യൂറിംഗ് ദ ട്രാൻസാക്ഷൻ. സോ 33% പേര് അത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മറ്റു ഓപ്ഷൻസും ഓരോരുത്തർക്ക് ഓരോ ക്രൈറ്റീരിയ ആയിട്ട് കൊണ്ടുവരാം, പക്ഷെ ഈ ഓപ്ഷൻസിന്റെ എല്ലാ ഇമ്പോർട്ടൻസും ഓപ്ഷൻ ഡിയിലോട്ട് വന്നു ചേരുന്ന ഒന്നായതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി ചൂസ് ചെയ്തിട്ട് പോകാം. ഓക്കെ, സോ ദെൻ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, സോ ദിസ് ഇസ് ഒരു അനക്ഡോട്ട് പോലത്തെ ഒരു ചോദ്യമാണ്. പൂജ ഈസ് എ ടീച്ചർ writing her daily observation of a student and writes without interpretation that the student is not completing the classwork and is constantly speaking out of turn. Which of the following objectives does she appear to be using? So താഴെ കൊടുത്തിരുന്ന ഒബ്ജക്റ്റീവ്സിൽ ഏതാണ് അവരുടെ ഈ ഒരു ആക്ഷനിൽ അവർ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എക്സ്പ്ലോറേഷൻ, ഓപ്ഷൻ ബി പ്രഡിക്ഷൻ, ഓപ്ഷൻ സി ഡിസ്ക്രിപ്ഷൻ, ഓപ്ഷൻ ഡി എക്സ്പ്ലനേഷൻ. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് കൂടുതൽ അതിനെ കുറിച്ച് മനസ്സിലാക്കുക, ഗ്രാഹ്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക. ഓപ്ഷൻ ബി പ്രഡിക്ഷൻ, പ്രിഡിക്റ്റ് ചെയ്യുക എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അല്ലെ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച്. ഓപ്ഷൻ സി ഡിസ്ക്രിപ്ഷൻ, എന്താണ് സംഭവിച്ചത് എന്ന് മാത്രം എഴുതുക. ഓപ്ഷൻ ഡി എക്സ്പ്ലനേഷൻ, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, വിശദാംശത്തോടെ എഴുതുക. സോ നമുക്ക് ഏതാണ് ശരി ഉത്തരം എന്ന് നിങ്ങൾക്ക് പോൾ ചെയ്യാം. സോ വിൽ സ്റ്റാർട്ട് ദ പോൾ. യെസ്, യു ക്യാൻ ഗോ ഫോർ ദ പോൾ. ഓൾമോസ്റ്റ് എല്ലാവരും പോൾ ചെയ്തിട്ടുണ്ട്. യെസ്, നമുക്ക് പബ്ലിഷ് ചെയ്യാം. യെസ്, 33% പേര് ഓപ്ഷൻ എ ആണ്, എക്സ്പ്ലോറേഷൻ. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് വെറും 17% പേരാണ്. ഓപ്ഷൻ സി 33% പേര് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നതും 17% പേര്. സോ ഏതാണ് ശരിയായ ഉത്തരം? കാരണം ഇവിടെ നമുക്ക് നോക്കാം, പൂജ നമുക്ക് ഒന്നുകൂടി ചോദ്യം വായിച്ചു നോക്കാം, കാരണം പെട്ടെന്ന് നമുക്കൊന്നും പറ്റില്ല എന്ന് വരും. പൂജ ഈസ് എ ടീച്ചർ റൈറ്റിംഗ് ഹെർ ഡെയിലി ഒബ്സർവേഷൻ ഓഫ് എ സ്റ്റുഡന്റ് and writes without interpretation. This is very interesting one. ആ ടീച്ചർ ഒരു ഇന്റർപ്രിട്ടേഷനും നടത്തുന്നില്ല. That the student is not completing the classwork and is constantly speaking out of turn. ഇതൊക്കെ അവരുടെ ഒബ്സർവേഷൻ, ഒട്ടും ഇന്റർപ്രിട്ടേഷൻ നടത്താതെ ചെയ്തിരിക്കുന്നത്. ഒരു ഇന്റർപ്രിട്ടേഷനും നടത്തിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൊരു എക്സ്പ്ലനേഷൻ ഇല്ല, അതിൽ അവരൊരു പ്രഡിക്ഷൻസും നടത്തുന്നില്ല, കാരണം അവരൊന്നും ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല. പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവുമല്ലോ. എക്സ്പ്ലോറേഷനും അവിടെ നടക്കുന്നില്ല, കാരണം എന്തിനാണ് അതിനകത്തുള്ള റീസൺ അവർ അന്വേഷിച്ച് പോകുന്ന ഒന്നും ചെയ്യുന്നില്ല. സോ അവിടെ അവർ ചെയ്യുന്നത് ജസ്റ്റ് ആ കുട്ടിയുടെ ഡെയിലി ഒബ്സർവേഷൻ, ആ കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് മാത്രം എഴുതി വെക്കുക. സോ ഇവിടെ അവർ ചെയ്യുന്നത് വെറും ഡിസ്ക്രിപ്ഷൻ മാത്രം.
അതിൽ കൂടുതൽ അങ്ങോട്ടേക്ക് അവർ കടക്കുന്നില്ല. സോ ദ റൈറ്റ് ഓപ്ഷൻ ഹിയർ ഇസ് ഓപ്ഷൻ സി, ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സോ ലെറ്റ് us go to the next question. ഇതിൽ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ചാറ്റിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. യെസ്, so the most appropriate strategy that can be used for evaluating teacher performance is, ഒരു ടീച്ചറുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസിലുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആണ് കേട്ടോ. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഓപ്ഷൻ ബി സെൽഫ് അസസ്മെന്റ്, ഓപ്ഷൻ സി ഇവാലുവേഷൻ ബൈ സ്റ്റുഡൻസ് ആൻഡ് ഓപ്ഷൻ ഡി പിയർ അസസ്മെന്റ്. ഇതൊരു ടീച്ചറിന്റെ ഇവാലുവേഷൻ ആട്ടോ. ഇവാലുവേറ്റിംഗ് എ ടീച്ചർ പെർഫോമൻസ്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി എന്താണ് ചോദ്യം. നമുക്ക് പോൾ നോക്കാം, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നോക്കാം. യെസ്, യു ക്യാൻ സ്റ്റാർട്ട് ദ പോൾ. ലെറ്റ് us see the result. 86% പേര് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ഇവാലുവേഷൻ ബൈ സ്റ്റുഡൻസ്. 14% പേര് മാത്രമാണ് ഓപ്ഷൻ ബി, സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരും തന്നെ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും പറഞ്ഞിട്ടില്ല പിയർ അസസ്മെന്റ്. പിയർ അസസ്മെന്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സിന്റെ ഇടയിലുള്ള ഒരു അസസ്മെന്റ്. ഓപ്ഷൻ എ അച്ചീവ്മെന്റ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് ആരും പറഞ്ഞിട്ടില്ല, അത് നന്നായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് നമുക്കറിയാം, കാരണം സ്റ്റുഡൻസിന് കൊടുക്കുന്നതാണ്. അവരുടെ ലെവൽ എന്താണെന്നും അവരുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എത്രമാത്രം അച്ചീവ് ചെയ്തെന്നും മനസ്സിലാക്കാൻ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു സാധനമാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് സാധാരണ. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ബൈ സ്റ്റുഡൻസ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. കുട്ടികളിലൂടെ ഒരു ടീച്ചറുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജീസ്. അവരോട് ചോദിക്കും, കാരണം അൾട്ടിമേറ്റ്ലി ദേ ആർ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ ചെയ്യുന്ന എല്ലാം, നമ്മുടെ ക്ലാസ് എല്ലാം അവരാണ് ഡയറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ റിസീവേഴ്സ്. സോ അവര് തന്നെയാണ് അതിനെ ഏറ്റവും നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. സെൽഫ് അസസ്മെന്റ് ഒരു നല്ല ഓപ്ഷൻ ആണ്, പക്ഷേ ഈ കൊടുത്തിരിക്കുന്നത് ഇവാലുവേഷൻ ബൈ സ്റ്റുഡന്റ് ആണ് ദ ബെസ്റ്റ് മെത്തഡ്. ഓക്കെ, സോ ലെറ്റ് us go to the next question. So the next question is this: proficiency in teaching has to be judged in terms of, ഒരു ടീച്ചറുടെ ടീച്ചിങ്ങിലുള്ള പ്രൊഫിഷ്യൻസി എങ്ങനെയാണ് ജഡ്ജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിന്റെ ടേംസിലാണ് ജഡ്ജ് ചെയ്യേണ്ടത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കംപ്ലീഷൻ ഓഫ് സിലബസ് ഇൻ ടൈം, സിലബസ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യും. ഓപ്ഷൻ ബി യൂസ് ഓഫ് ഇന്നോവേറ്റീവ് ടീച്ചിങ് എയ്ഡ്സ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യാം. ഓപ്ഷൻ സി ലേണിംഗ് ഔട്ട്കംസ് ഓഫ് ദ സ്റ്റുഡൻസ്, കുട്ടികളുടെ ലേണിംഗ് ഔട്ട്കംസിനെ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. ആൻഡ് ഓപ്ഷൻ ഡി ക്ലാസ് റൂം ഇന്ററാക്ഷൻ, ക്ലാസ് റൂമിലുള്ള കുട്ടികളുടെ ഇന്ററാക്ഷൻ, കുട്ടികളും ടീച്ചറുമായിട്ടുള്ള ഇന്ററാക്ഷൻ. സോ നമുക്ക് ഏതാണ് ശരി ഉത്തരം നോക്കാം. ആദ്യം നിങ്ങളുടെ ഒപ്പീനിയൻ, യുവർ പോൾ. സോ യു ക്യാൻ സ്റ്റാർട്ട് ദ പോൾ നൗ. എല്ലാവരും തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പോൾസ്. 71% പേരും ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത്, ലേണിംഗ് ഔട്ട്കംസ്. 14% പേര് യൂസ് ഓഫ് ഇന്നോവേറ്റീവ് ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 14% പേര് ഓപ്ഷൻ ഡി ക്ലാസ് റൂം ഇന്ററാക്ഷനും പറഞ്ഞിട്ടുണ്ട്. ആരും തന്നെ ഓപ്ഷൻ എ കംപ്ലീഷൻ ഓഫ് സിലബസ് ഇൻ ടൈം എന്ന് പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഇവിടെ ഈ സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലാതെ ഓപ്ഷൻ ഡി ആണ് സി എന്ന് പറഞ്ഞിട്ട് ഓൾ ദ അബവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ ചിലപ്പോൾ ഓൾ ദ അബവ് എന്ന് കൊടുത്തിരിക്കും, അല്ലെ? കാരണം എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ടീച്ചറുടെ പ്രൊഫിഷ്യൻസി ജഡ്ജ് ചെയ്യാൻ. പക്ഷെ ഈ 3 കാര്യങ്ങൾ, അതായത് ഓപ്ഷൻ എ കംപ്ലീഷൻ ഓഫ് സിലബസ് ഇൻ ടൈം, യൂസ് ഓഫ് ഇന്നോവേറ്റീവ് ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ക്ലാസ് റൂം ഇന്ററാക്ഷൻ, ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മുടെ തന്ന ഒരു ടൈം ബോണ്ടിൽ ആ കുട്ടികൾക്ക് ഇത്രമാത്രം എമൗണ്ട് അല്ലെങ്കിൽ ഇത്രമാത്രം ഇൻഫർമേഷൻസ് അവരെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കണം. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അവർ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് യെസ്, ഓഫ് കോഴ്സ് ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്ന രീതിയിൽ. പിന്നെ ഇന്നോവേറ്റീവ് ടീച്ചിങ് എയ്ഡ്സ്, എന്തിനാണ് നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത്? അവർ കൂടുതൽ അത് കാര്യങ്ങൾ മനസ്സിലാക്കാനോ അത് മനസ്സിലാക്കി അവർ പഠിക്കാൻ. ഓപ്ഷൻ ഡി ക്ലാസ് റൂം ഇന്ററാക്ഷൻ, ക്ലാസ് റൂമിൽ ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോൾ അവർ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആവും ആ ഒരു വിഷയം മനസ്സിലാക്കാൻ പറയാം. സോ ഇതെല്ലാം ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി ഈ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. എന്താണ്? ലേണിംഗ് ഔട്ട്കംസ് ഓഫ് ദ സ്റ്റുഡൻസ്. സോ ഇതെല്ലാം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ലേണിംഗ് ഔട്ട്കം ഓഫ് ദ സ്റ്റുഡൻറ്റിലാണ്. സോ ഒരു ടീച്ചറുടെ പ്രൊഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് ആ സ്റ്റുഡൻസിന്റെ ലേണിംഗ് ഔട്ട്കംസ്, അവർ എത്രമാത്രം അവരുടെ ലേണിംഗ് ഔട്ട്കംസ് അച്ചീവ് ചെയ്തു എന്ന് നോക്കിയാൽ.
സോ ഈ ലേണിംഗ് ഔട്ട്കംസ് അച്ചീവ് ചെയ്യാനാണ് നമ്മൾ ബാക്കി 3 കാര്യങ്ങളും ചെയ്യുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഇത് മാത്രമല്ല മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, ഓഫ് കോഴ്സ്. ഓക്കെ, സോ the right option here is option C, learning outcomes of the students. Yes, Maria has given something. Yes, what is that, Maria? Let me check once minute. If D all of the above ആയിരുന്നെങ്കിൽ അതാണോ കൊടുക്കേണ്ടത്? ഓഫ് കോഴ്സ് ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ അബോവ് ആയിരുന്നെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഓൾ ഓഫ് ദ അബോവ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലേണിംഗ് ഔട്ട്കംസ് ഓഫ് ദ സ്റ്റുഡൻസ് ഇല്ലാതെ ഈ ഡി ഓപ്ഷൻ, ക്ലാസ് റൂം ഇന്ററാക്ഷൻ ഓപ്ഷൻ സി ആയിട്ട് വന്നിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഈ 3 ഒരു ടീച്ചറുടെ പ്രൊഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ കൊടുക്കേണ്ടതാണ്. ഓക്കെ, സോ വേറെ രീതിയിൽ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഓക്കെ, സോ ആസ് ഐ സെഡ് ഓൾ ഓഫ് ദ ഡി വന്നാൽ യു ക്യാൻ ഗിവ് ദാറ്റ്. So let us go to the next problem. Next question. Yes, this is the one. A teacher can succeed in his or her profession if he or she his or her ഉണ്ടോ? ആദ്യം ഒരു ഇട്ടില്ല, രണ്ടാമതൊരു ഓർമ്മ വന്നത് ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച്. മേ ബി a teacher can succeed in his or her profession if he or she, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. knows the subject thoroughly, സബ്ജക്ട് നന്നായിട്ട് അറിയാം. knows how to enforce discipline, ഡിസിപ്ലിൻ എങ്ങനെ ക്ലാസ്സിൽ ഉണ്ടാക്കാം. ഓപ്ഷൻ സി ഹാസ് ജെന്യുവൻ ഇൻട്രസ്റ്റ് ഇൻ ടീച്ചിങ്, ജെന്യുവൻ ഇൻട്രസ്റ്റ് ടീച്ചിങ്ങിൽ ഉണ്ടെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ഹാസ് ഗുഡ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. ഒരു ടീച്ചർക്ക് എങ്ങനെ പ്രൊഫഷണൽ സക്സീഡ് ചെയ്യാമെന്നാണ് ചോദ്യം. സോ നമുക്ക് പോൾ നോക്കാം. നിങ്ങൾക്ക് പോൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ. സോ ഓൾമോസ്റ്റ് എല്ലാവരും റെസ്പോണ്ട് ചെയ്തു. യെസ്, നമുക്ക് റിസൾട്ട് നോക്കാം. ഓക്കെ, 100% പേര് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ഹാസ് ജെന്യുവൻ ഇൻട്രസ്റ്റ് ഇൻ ടീച്ചിങ് എന്നാണ്. ഗുഡ് അക്കാഡമിക് ക്വാളിഫിക്കേഷനോ നോസ് ദ സബ്ജക്ട് തറോലിയോ ഒന്നും വേണ്ട എന്നാണ്, ഒരിക്കലും അല്ല. പക്ഷെ ആദ്യം വേണ്ടുന്നത് ഇതാണ്, ഒരു ടീച്ചർ എന്തൊരു പ്രൊഫഷനിലും സക്സീഡ് ചെയ്യാൻ, ടീച്ചർ എന്നുള്ള പ്രൊഫഷനിൽ മാത്രമല്ല ഏതൊരു പ്രൊഫഷനിലും സക്സീഡ് ചെയ്യാനും നമുക്ക് ആദ്യം അതിലോട്ടൊരു ജെന്യുവൻ ഇൻട്രസ്റ്റ് ആണ്. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പ്രൊഫഷനിൽ പോയിട്ട് നമുക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻസോ അതിനെക്കുറിച്ച് ഒരുപാട് അറിയാമെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് സക്സസ്ഫുൾ ആവാൻ കഴിയില്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഹാസ് ജെന്യുവൻ ഇൻട്രസ്റ്റ് ഇൻ ദ ടീച്ചിങ്. യെസ്, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, 2 statements regarding the qualities of an effective teacher is given below. ഒരു ഇഫക്റ്റീവ് ടീച്ചറുടെ 2 ക്വാളിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഈ 2 ക്വാളിറ്റീസ് വായിക്കുമ്പോൾ ഇത് ഏതാണ് കറക്റ്റായ ക്വാളിറ്റി എന്നാണ് ചോദ്യം. സോ ക്വാളിറ്റി ഇതൊക്കെയാണ്. എ ടീച്ചർ ചേഞ്ചസ് ഹിസ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ആസ് പെർ ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ആവശ്യപ്രകാരം ടീച്ചർ അവരുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും മാറ്റും. രണ്ടാമത്തെ ക്വാളിറ്റി കൊടുത്തിരിക്കുന്നത് നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റുഡൻറ് ഈസ് ആൻ പ്രീ റിക്വസിറ്റ് ഫോർ ടീച്ചിങ്. പഠിപ്പിക്കാൻ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം എന്നാണ്. സോ നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, അതായത് ടീച്ചർ അവരുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും സൊസൈറ്റിയുടെ നീഡ്സ് അനുസരിച്ച് മാറ്റും എന്നുള്ളത് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി. ഓപ്ഷൻ ബി ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്, അതായത് നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ സ്റ്റുഡന്റ് ഈസ് എ പ്രീ റിക്വസിറ്റ് ഫോർ ടീച്ചിങ് എന്നുള്ളത് മാത്രമാണ് ശരി. ഓപ്ഷൻ സി ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 ആർ റൈറ്റ്, രണ്ടും ശരിയാണ്. ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2 is right. സോ ഇതിൽ ഏതാണ് ശരിയായ ഓപ്ഷൻ? യു ക്യാൻ സ്റ്റാർട്ട് ദ പോൾ. യെസ്, എല്ലാവരും പോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് നോക്കാം. 50% പേര് ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്, അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. 33% പേര് ഓപ്ഷൻ സി ബോത്ത് 1 and 2 രണ്ടും ശരിയാണ് എന്ന് പറഞ്ഞവരുണ്ട്. 17% പേര് ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണ് എന്ന് പറയുന്നവരുണ്ട്. ആരും തന്നെ ഓപ്ഷൻ എ പറയുന്നില്ല, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയെന്ന്. സോ അതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്, ഓപ്ഷൻ സി പറഞ്ഞ ആൾക്കാര് യെസ്, ഓക്കെ, എൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ തെറ്റിപ്പോയതാണ്. ശരിയാണ്, ഓക്കെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് എടുക്കാം. ഓപ്ഷൻ 1, അതായത് രണ്ടും ശരിയാണോ
അതായത് ഒരു ടീച്ചർ അവരുടെ ചേഞ്ച് ആറ്റിറ്റ്യൂഡ് സൊസൈറ്റിയുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റേണ്ടതുണ്ടോ? അതൊരു ചോദ്യമല്ലേ. മാറ്റേണ്ടതുണ്ടോ? ആക്ച്വലി ഇല്ല. അതേപോലെ ഒരു കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയേണ്ടതുണ്ടോ ആ കുട്ടീനെ പഠിപ്പിക്കാൻ? ഒബ്വിയസ്ലി അതും അറിയേണ്ടതില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു തരത്തിലും നമ്മൾ ബയാസ്ഡ് ആയിരിക്കരുത്. അതൊരു ക്വാളിറ്റി തന്നെയാണ്. ബയാസ്ഡ് അല്ലാതെ വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ. ഒരു സിസ്റ്റത്തെയോ ഒരു പർട്ടിക്കുലർ ജെൻഡറിനെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റേസിനെയോ കാസ്റ്റിനെയോ ക്രീഡിനെയോ ഒന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയും. അതേസമയം ന്യൂട്രലായിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഒന്നിനെയും ക്രിട്ടിസൈസ് ചെയ്യാതെ ഇരുന്നു കൂടാന്നുമല്ല. നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അതൊക്കെയാണ്. സോ എങ്ങനെ ന്യൂട്രലായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ കാര്യങ്ങളെ വിശകലനം ചെയ്യാം അല്ലെങ്കിൽ അനലൈസ് ചെയ്യാമെന്ന്. സോ ഒരിക്കലും നമ്മൾ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണമെന്നില്ല. പക്ഷെ ഒരിക്കലും ഒരു കുട്ടിയെ നമ്മൾ ഹേർട്ട് ചെയ്യരുത്. അതിന് ബാക്ക്ഗ്രൗണ്ട് അറിയണമെന്നില്ല. നമ്മൾ വളരെ ന്യൂട്രലായി ശ്രദ്ധിച്ച് ക്ലാസ്സിൽ ഡീൽ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു കുട്ടിയും ഹേർട്ട് ചെയ്യപ്പെടുന്നില്ല. അതിനൊരു കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണമെന്നില്ല. സോ ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. നെയ്തർ വൺ നോർ ടു ഇസ് കറക്റ്റ്. ദാറ്റ് ഈസ്, ഇത് രണ്ടും ഒരു ഇഫക്റ്റീവ് ടീച്ചർക്ക് അത്യാവശ്യം വേണ്ടുന്ന ക്വാളിറ്റീസിൽ അല്ല എന്നാണ് കൊടുത്തിരിക്കുന്ന ആൻസർ. സോ ബിക്കോസ് ആസ് ഐ സെഡ് ദീസ് ടു സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി അനലൈസ്ഡ്. സോ ലെറ്റ് us go to the next question. I think it is clear. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. A teacher who is not able to draw the attention of his students should. കുട്ടികളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ കുട്ടികളുടെ എന്താ പറയുക ഇൻട്രസ്റ്റ് ഒരു ടീച്ചർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: എ, യൂസ് ICT ഇൻ ദ ക്ലാസ് റൂമിൽ ICT യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി, അഡോപ്റ്റ് ഓതോറിറ്റേറിയൻ ക്ലാസ് റൂം ക്ലൈമറ്റ്, അതായത് വടി ചാക്കോമാഷാവുക. ഓപ്ഷൻ സി, ഐഡന്റിഫൈ ദ ഫോൾട്ട് ഓഫ് ലേണേഴ്സ്, കുട്ടികളുടെ തെറ്റ് കണ്ടുപിടിക്കുക. ഓപ്ഷൻ ഡി, ഇവാലുവേറ്റ് ഹിസ് ടീച്ചിങ് മെത്തഡോളജി ആൻഡ് ഇംപ്രൂവ് ഇറ്റ്. സോ ഇതിലേതാണ് ശരിയായ ഓപ്ഷൻസ് എന്ന് നമുക്ക് പോൾ നിങ്ങളുടെ അഭിപ്രായം നോക്കാം. സോ യു ക്യാൻ സ്റ്റാർട്ട് ദ പോൾ. ഇതൊരു റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും പോൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. യുനാനിമസ്ലി എല്ലാവരും പറയുന്ന ഒരേ ഒരു ഓപ്ഷൻ, ഓപ്ഷൻ ഡി, ഇവാലുവേറ്റ് ഹിസ് ടീച്ചിങ് മെത്തഡോളജി ആൻഡ് ഇംപ്രൂവ് ഇറ്റ്. ഇത് തന്നെ നിങ്ങൾ ഭാവിയിൽ ടീച്ചർ ആയാലും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ദാറ്റ് ഇസ് ഇവാലുവേറ്റ് ഹിസ് ടീച്ചിങ് മെത്തഡോളജി ആൻഡ് ഇംപ്രൂവ് ഇറ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: if a teacher is not able to answer the question of a learner in the class, he should, again, he or she. ഓക്കെ, ഒരു ടീച്ചർ ആ കുട്ടിയുടെ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ക്ലാസ്സിൽ എന്ത് ചെയ്യണം? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഇഗ്നോർ ദ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ അങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക. ഓപ്ഷൻ ബി, സേ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഇസ് റോങ് ഓർ അൺനെസസറി, അത് തെറ്റായ ചോദ്യമാണ്, അത് ആവശ്യമില്ല എന്ന് പറയാം. ഓപ്ഷൻ സി, സേ ദാറ്റ് ഹി വിൽ ആൻസർ ആഫ്റ്റർ റെഫറൻസ് ഓർ കൺസൾട്ടേഷൻ, അതൊന്ന് നോക്കിയതിന് ശേഷം പറയാന്ന് പറയാം. ഓപ്ഷൻ ഡി, ഫീൽ ഷൈ ഫോർ ഹിസ് ഓൺ ഇഗ്നോറൻസ്, അഗൈൻ ഹിസ് ഓർ ഹെർ. ഓക്കെ, ഇവിടെ എല്ലാം നമ്മൾ രണ്ടും ഉപയോഗിക്കാം. ഫീൽ ഷൈ ഫോർ ഹിസ് ഓർ ഓൺ ഇഗ്നോറൻസ്, അവർക്ക് അറിയാത്തതിൽ വിഷമിക്കുക. ഷൈ എന്ന് പറയുന്ന വിഷമല്ല കേട്ടോ, നാണം. നമുക്ക് ഓപ്ഷൻസ് നിങ്ങൾക്ക് പോൾ ചെയ്യാം. എല്ലാവർക്കും പോൾ ചെയ്ത് കഴിഞ്ഞു. റിസൾട്ട് നോക്കാം. ഓപ്ഷൻ സി is what 86% have said. അതായത് say that he or she will answer after reference or consultation. ആ ചോദ്യം അറിയില്ലെങ്കിൽ, ആ ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ ടീച്ചർ നമ്മൾ റെഫർ ചെയ്തിട്ട് പറഞ്ഞു തരാം എന്ന് പറയാം. സോ ആക്ച്വലി ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട് 14% പേർ ഫീൽ ഷൈ. നമ്മളുടെ ഇഗ്നോറൻസിൽ നമ്മൾ എന്താ പറയാ നാണം വരിക അല്ലെങ്കിൽ അതിൽ വിഷമിക്കുക, അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായാൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട്, അതാണ് സോക്രട്ടീസ് തന്നെയാണെന്ന് തോന്നുന്നു, ഇഫ് യു ആസ്ക് ക്വസ്റ്റ്യൻസ് യു നോ ഹൗ മച്ച് യു നോ, നിങ്ങൾക്ക് എത്രമാത്രം അറിയാമെന്ന് നിങ്ങൾക്കറിയാം. സോ ഈ ഒരു വേർഡ് ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ കോട്ട് ചെയ്തിരിക്കുന്ന സോക്രട്ടീസ് ആണ്. ഓക്കെ, നമ്മുടെ ഇതിന് മുമ്പിലത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് അതിൽ. സോ ദ റൈറ്റ് ഓപ്ഷൻ ഹിയർ ഇസ് say that he will answer or he or she will answer after reference or consultation. So let us go to the next question. That is, yes, an effective teacher. അത്ര മാത്രമേ കൊടുത്തുള്ളൂ. ഒരു ഇഫക്റ്റീവ് ടീച്ചർ. ഇഫക്റ്റീവ് ടീച്ചർ എന്താണ്? ഓപ്ഷൻസ് നോക്കാം.
ഓപ്ഷൻ എ ടീച്ചേഴ്സ് വിത്ത് എന്തൂസിയാസം, വളരെ എന്താ പറയാ ഇൻട്രസ്റ്റോടെ എന്തൂസിയാസത്തോടെ പഠിപ്പിക്കും. ഓപ്ഷൻ ബി ഫൈൻഡ്സ് ഫോൾട്സ് വിത്ത് ദ സ്റ്റുഡൻസ്, കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക. ഓപ്ഷൻ സി എംഫസൈസസ് ഓൺ ക്ലാസ് കൺട്രോൾ, ക്ലാസ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധ കൊടുക്കുക. ഓപ്ഷൻ ഡി ജസ്റ്റ് ഫോക്കസസ് ഓൺ കംപ്ലീറ്റിംഗ് ദ സിലബസ്, സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ഫോക്കസ് ചെയ്യാൻ. സോ ഏതാണ് നിങ്ങളുടെ ഓപ്ഷൻസ്? സോ ഇതൊക്കെ വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. നമുക്കറിയാം ഏതാണ് വേണ്ടത്. നമുക്കൊരു ഡൗട്ടേ ഉള്ളൂ, ഇതൊക്കെ നമ്മൾ ചെയ്യുമെന്നുള്ള. ഒരു ഐഡിയൽ ടീച്ചർ എങ്ങനെ ആവണം എന്ന് നമുക്ക് മനസ്സിലുണ്ട്, പക്ഷെ അതാവാൻ പറ്റുമോ എന്നതാണ് ടഫ്. ഒരു സിസ്റ്റത്തിന്റെ ഫോൾട്ടായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. സോ യെസ്, നമുക്ക് പോൾ പബ്ലിഷ് ചെയ്യാം. 86% പേര് ഓപ്ഷൻ എ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തൂസിയാസത്തോടെ പഠിപ്പിക്കുക, ടീച്ചേഴ്സ് വിത്ത് എന്തൂസിയാസം. 14% പേര് ജസ്റ്റ് ഫോക്കസ് ഓൺ കംപ്ലീറ്റിംഗ് ദ സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ സ്കൂളുകളിൽ, പ്രൈവറ്റ് സ്കൂളുകളിലായാലും നടക്കുന്ന കാര്യം ഇതാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂൾ. ഗവൺമെന്റ് സ്കൂളുകളിൽ പലപ്പോഴും ഞാൻ കണ്ടതാട്ടോ, എല്ലാ സ്കൂളിലും എന്നാണ് പറയുന്നില്ല കേട്ടോ, ജനറലൈസേഷൻ ഇല്ല. സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പ്രൈവറ്റ് സ്കൂളുകളിൽ അങ്ങനെയല്ല, സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനോട് പാരന്റ്സ് ചോദിക്കും. സോ ഓപ്ഷൻ എ ഇസ് എ റൈറ്റ് ഓപ്ഷൻ ആക്ച്വലി. ടീച്ചേഴ്സ് വിത്ത് എന്തൂസിയാസത്തോടെ പഠിക്കുമ്പോഴാണ് ഒരു ടീച്ചർ എഫക്റ്റീവ് ആവുന്നത്. സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് അത്ര എഫക്റ്റീവ് ആവില്ല. കുട്ടിക്ക് എല്ലാം തീർന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യെസ്, എനിവേ, സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ടീച്ചേഴ്സ് വിത്ത് എന്തൂസിയാസം. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇത് നമ്മൾ ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ വൺ ഓഫ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് തോന്നുന്നു. അല്ല, ഇനിയുണ്ട് കേട്ടോ. So yes, if a student tries to solve a problem without any external help, the teacher should. ഒരു സ്റ്റുഡന്റ് ഒരു ഹെൽപ്പും ഇല്ലാതെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ ടീച്ചർ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അപ്രീഷിയേറ്റ് ഹിസ് ഓർ ഹർ ഇൻഡിവിജ്വൽ എഫേർട്ട്. ഓപ്ഷൻ ബി അഡ്വൈസ് ഹിം ടു ടേക്ക് ദറ്റ് ഹെൽപ്പ് ഓഫ് എൻ എലിജിബിൾ അഡൽട്ട്. ഓപ്ഷൻ സി സ്കോൾഡ് ഹിം ഫോർ ഹിസ് foolishness. ആൻഡ് ഓപ്ഷൻ ഡി പേ നോ അറ്റൻഷൻ ആൻഡ് ഇഗ്നോർസ് ഹിസ് ബിഹേവിയർ. അതായത് ടീച്ചറെ സഹായമില്ലാതെ പ്രോബ്ലം സോൾവ് ചെയ്താൽ ഒരു ടീച്ചർ എന്ത് ചെയ്യണം? ആ കുട്ടി അപ്രീഷിയേറ്റ് ചെയ്യണം. ഓപ്ഷൻ ബി അവനെ അഡ്വൈസ് ചെയ്യണം, വലിയ ആൾക്കാരുടെ സഹായം എടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ, അവന് വഴക്ക് പറയണം. ഓപ്ഷൻ ഡി പേ നോ അറ്റൻഷൻ, അവനെ ഇഗ്നോർ ചെയ്തേക്കുക. സോ ഏതാണ് റൈറ്റ് ഓപ്ഷൻസ്? സോ യു ക്യാൻ പോൾ ദ റിസൾട്ട്. യെസ്, എല്ലാവരും പോൾ ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് 86% പേരും പറഞ്ഞിരിക്കുന്നത് അപ്രീഷിയേറ്റ് ഹിസ് ഓർ ഹെർ ഇൻഡിവിജ്വൽ എഫേർട്ട് എന്നാണ്. ഓപ്ഷൻ ബി 14% പേര് പറഞ്ഞിട്ടുണ്ട് അഡ്വൈസിങ് ടു ടേക്ക് ദ ഹെൽപ്പ് ഓഫ് എലിജിബിൾ അഡൽട്ട്. നമ്മളൊരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു അപകടം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഓപ്ഷൻ ബി ഒരു ശരിയായ ഓപ്ഷൻ. പക്ഷെ ഇവിടെ സ്റ്റുഡൻസ് ട്രൈ ടു സോൾവ് എ പ്രോബ്ലം ആണ്. റിട്ടേൺ പ്രോബ്ലം എന്ന രീതിയിലായിരിക്കണം ഈ ചോദ്യത്തിന് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അതേസമയം എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ഡെഫിനറ്റ്ലി എലിജിബിൾ ആയിട്ടുള്ള അഡൽട്സിന്റെ ഒരു മോണിറ്ററിംഗിലൂടെ ചെയ്യുന്നതായിരിക്കും സേഫ്. ബട്ട് ഇവിടെ ആ ചോദ്യത്തിന്റെ കോണ്ടെക്സ്റ്റ് വെച്ച് ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ, അപ്രീഷിയേറ്റ് ഹിസ് ഓർ ഹെർ ഇൻഡിവിജ്വൽ എഫേർട്ട്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. So let us see the next question. Which of the following techniques a teacher should not adopt for building we group feeling among the students? കുട്ടികൾക്കിടയിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന ഒരു ചിന്ത ഉണ്ടാവാതിരിക്കാൻ ഒരു ടീച്ചർ ഏതൊക്കെ അഡോപ്റ്റ് ചെയ്യരുത് എന്നാണ് ചോദ്യം. എന്താണ് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത്? താഴെ കൊടുത്ത ഓപ്ഷൻസിൽ. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Again, not adopt എന്നാണ് ചോദ്യം. So options A, encourage students to establish interaction with the members of the community. കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സുമായിട്ട് കുട്ടികളുടെ ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ അതിന് എൻകറേജ് ചെയ്യുക. ഓപ്ഷൻ ബി, accelerate the process of cooperation among themselves. അവർക്കിടയിലുള്ള കോപ്പറേഷൻ കൂട്ടുക. ഓപ്ഷൻ സി, facilitate the formation of small friendship cliques among the students. കുട്ടികൾക്കിടയിൽ ചെറിയ ഫ്രണ്ട്ഷിപ്പ് ക്ലിക്സ് ഉണ്ടാക്കാൻ സഹായിക്കുക. ഓപ്ഷൻ ഡി, അസിസ്റ്റ് ഇൻ നോയിങ് ദ ഫോം ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾസ്. സ്കൂളിന്റെ ഫങ്ഷൻസിനെ കുറിച്ചും അതിന്റെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അക്കാഡമിക് ആയിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ചും അവരെ മനസ്സിലാക്കിപ്പിക്കുക. സോ ഏതാണ് നിങ്ങൾക്ക് റൈറ്റ് ഓപ്ഷൻ? ഒരിക്കലും അഡോപ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത് ഒരു വി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ. ഓപ്ഷൻസ് ഫോളോ ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. സഹായിക്കണം. നമുക്ക് പബ്ലിഷ് ചെയ്യാൻ തോന്നുന്ന റിസൾട്ട് ഒരാളും കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. But still, let us publish it.
സോ യെസ്, 40% പേര് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഫെസിലിറ്റേറ്റ് ദ ഫോർമേഷൻ ഓഫ് സ്മോൾ ഫ്രണ്ട്ഷിപ്പ് ക്ലിക്സ് എമംഗ് സ്റ്റുഡൻസ്. അതായത് കുട്ടികൾക്കിടയിൽ ചെറിയ ഫ്രണ്ട്ഷിപ്പ് ക്ലിക്സ് ഉണ്ടാക്കുക, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്കിടയിൽ ഒരു വി ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടാകാനുള്ള ഒരു കാരണം, അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്ലിക്ക് ഉണ്ടാകുന്നത്. സോ ഒരിക്കലും ആ ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യരുത്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ഓപ്ഷൻ. അത് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ 40% പേര് ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റ് ഇൻ നോയിങ് ദ ഫോം ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ സ്കൂൾ. സ്കൂൾസിന്റെ ഫോം ഫങ്ഷൻസും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ ആക്ച്വലി കുട്ടികൾക്ക് കൂടെ ഒരു ഐഡിയ കിട്ടും. സ്കൂളിൽ ഒരു പർട്ടിക്കുലർ ആൾ മാത്രമല്ല ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മാത്രമല്ല ഇമ്പോർട്ടന്റ്, അതിൽ കൂടെ കുറച്ച് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വാല്യൂസ് അവർ മനസ്സിലാക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ the right option is option C ആണ്. പിന്നെ ഓപ്ഷൻ ബി 20% പേര് ആക്സലറേറ്റ് ദ പ്രോസസ് ഓഫ് കോപ്പറേഷൻ among themselves എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കിടയിലുള്ള കോപ്പറേഷൻ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എല്ലാ കുട്ടികളുമാണ് കേട്ടോ, ഒരു ഗ്രൂപ്പിലെ കുട്ടികളല്ല. സോ എനിവേ ലെറ്റ് us go to the next problem. Yes, so this we can wind up. ഈ ഒരു പ്രോബ്ലത്തോടെ നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ. ഓക്കെ, സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ആസ് എ ടീച്ചർ, ഹൗ വിൽ യു പ്രാക്ടീസ് ഡെമോക്രാറ്റിക് വാല്യൂസ് ഇൻ ദ ക്ലാസ് റൂം? ക്ലാസ് റൂമിൽ ഡെമോക്രാറ്റിക് വാല്യൂസ് ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. എവിടെ പോയി? വെയിറ്റ് എ മിനിറ്റ്. യെസ്, ഓപ്ഷൻസ് ആർ ബൈ ഓർഗനൈസിങ് പ്രയർ ഓർഗനൈസ് ചെയ്തുകൊണ്ട്. ഓപ്ഷൻ ബി ബൈ കൺട്രോളിങ് collaborating with students to plan their work. Option C by conducting quiz programs, and option D by imparting rigid discipline. ഇതിൽ ഏത് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഡെമോക്രാറ്റിക് വാല്യൂസ് കുട്ടികളിൽ ഉണ്ടാക്കുക? ഓപ്ഷൻസ് നിങ്ങൾക്ക് പോൾ ചെയ്യാം. പെട്ടെന്ന് പോൾ ചെയ്ത് പെട്ടെന്ന് വി ഹാവ് ലെസ് ടൈം ഔട്ട്. യെസ്, ഓൾമോസ്റ്റ് എല്ലാവരും പോൾ ചെയ്തു. യെസ്, വിൽ പബ്ലിഷ് ദ റിസൾട്ട്. യെസ്, 86% പേര് ഓപ്ഷൻ ബി ആണ് ഫോളോ ചെയ്യുന്നത്, ബൈ കൊളാബറേറ്റിംഗ് വിത്ത് സ്റ്റുഡൻസ് ടു പ്ലാൻ ദെയർ വർക്ക്. സോ ഇവിടെ റൈറ്റ് ആൻസറും അത് തന്നെയാണ്. കുട്ടികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുടെ വർക്ക് പ്ലാൻ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. അത് കുട്ടികളും മാത്രമല്ല, ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് സ്റ്റുഡൻസ് അവിടെ ഒരു ഡെമോക്രാറ്റിക് വാല്യൂ നമുക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പ്രയർ കൊണ്ടും കണ്ടക്ടിങ് ക്വിസ് പ്രോഗ്രാംസും ഇമ്പാർട്ടിങ് റിജിഡ് ഡിസിപ്ലിനും കൊണ്ട് എത്രമാത്രം ഡെമോക്രാറ്റിക് വാല്യൂസ് ഇംബൈബ് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു നല്ലൊരു മെത്തേഡാണ്. സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദിസ് സെഷൻ ഹിയർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പോൾ ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്. ഓക്കെ.